മറ്റൊരു കല്യാണത്തിൻ്റെ വിശേഷമായാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഫുഡടി തന്നെ ഫുഡടി. ചെന്നപ്പോൾ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് വെൽക്കം ഡ്രിങ്ക്. വെൽക്കം ഡ്രിങ്ക് കണ്ടുകൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോയി. അതിനുശേഷം നമ്മൾ പോയത് സ്റ്റാർട്ടേഴ്സിലേക്കാണ്. 3-4 ടൈപ്പ് സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്കുക എത്ര ടൈപ്പാണ്. പിന്നെ നമ്മൾ അതിലൊന്ന് കറങ്ങി നടന്നപ്പോൾ അത് ആദ്യം കണ്ടത് സ്റ്റാർട്ടേഴ്സ് ലൈവായിട്ട് ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടതോ മെയിൻ കോഴ്സ് ലൈവായിട്ട് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ പൊറോട്ട, ഇടിയപ്പം ഇതൊക്കെ ലൈവായിട്ട് ഉണ്ടാക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇതെല്ലാം ഒരു പാത്രത്തിൽ അടുക്കി വെച്ചേക്കണം നമുക്ക് വിളമ്പാൻ വേണ്ടി. അപ്പോൾ നേരെ കണ്ടത് മെയിൻ കോഴ്സ് നോൺ വെജാണ്. അതിലെ ബിരിയാണിയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ നമ്മളവിടെ നോൺ വെജിന് പകരം വെജ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി. വെജുകാരെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തേക്കുന്ന ഒരു ഫംഗ്ഷനായിരുന്നു ഇത്. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടുത്തെ നാടൻ ഊണിനുള്ള കറികൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കി. നാടൻ ഊണിനുള്ള കറികൾ ഇതാ ഓരോന്നേ അവരിങ്ങനെ നിരത്തി വെച്ചേക്കണുണ്ടോ. ഇതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗി, കണ്ണിന് കുളിർമ തരുന്ന രീതിയിലായിരുന്നു ഇവർ അടിപൊളിയായിട്ട് വെച്ചേക്കുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ മെയിൻ ഐറ്റത്തിലേക്ക് പോയി, നമ്മുടെ സാലഡ് ബാർസ് ഇല്ലാത്ത ഒരു കല്യാണം ഇപ്പോൾ ഇല്ലല്ലോ. ഈ സാലഡ് ബാർസ് അടുക്കി വെച്ചേക്കണം നിങ്ങൾ കണ്ടോ. ഇത് കാണാൻ തന്നെ വായിൽ വെള്ളം പിന്നെ കാണുമ്പോൾ തന്നെ അത്രയ്ക്ക് രുചിയായിട്ടാണ്, അത്രയ്ക്ക് ഭംഗിയിലാണ് ഇവർ അടുക്കി വെച്ചാൽ അത്രയ്ക്ക് രുചിയായിരുന്നു. പിന്നെ ഇതാ ജിലേബി ഉണ്ടാക്കണം. ഇതിപ്പോൾ എല്ലാ കല്യാണത്തിനുള്ള റൈറ്റാണ്. പിന്നെ നമ്മൾ അവിടെ നടന്നപ്പം എന്തോരം ഒത്തിരി വെറൈറ്റി ഓഫ് ഡെസേർട്ടാണ് ഇവിടെ വെച്ചാൽ. നമുക്ക് എണ്ണിയാൽ തീരുമില്ലാത്ത പോലത്തെ വെറൈറ്റി ഡെസേർട്ട്സ് ഇവരുടെ അജണ്ട. ഇതെല്ലാം തന്നെ കഴിച്ചാൽ നമുക്ക് ഷുഗർ വരും, ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ 1-2 ഐറ്റത്തിൽ നിർത്തി പരിപാടി. അധികം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 1-2 ഐറ്റം എടുത്തു. നമ്മുടെ കൊച്ചുണ്ടായിരുന്നു, കൊച്ചും വന്ന് 1-2 ഐറ്റം എടുത്തു. അതിനുശേഷം ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ചായയും കുടിച്ചു. അപ്പോൾ ഈ കേറ്ററിംഗ് ഏതാണെന്ന് പറഞ്ഞേക്കാം A1 ആണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ബൈ.